ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2157. ഇന്ന് നവംബർ മാസം 26-ാം തീയതി. ഈ ആണ്ടിലെ 330-ാമത്തെ ദിവസത്തിലെത്തി. ആചാരവും ആചരണവും മാത്രമല്ല ആത്മീയത, അതിനകത്ത് പ്രവൃത്തിയും പ്രതികരണങ്ങളും സകലവിധത്തിലും ജീവിതവുമുണ്ട്. അങ്ങനെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ച ആളാണ് ക്രിസ്തുയേശു. നമ്മളാവട്ടെ ഇതുവരെയും ആ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. ആ ക്ലാസ്സിൽ മാത്രം ഞാൻ കയറിയില്ല. ആത്മീയത എന്താണ്? സമ്പ്രദായങ്ങളിലൂടെയും ചില നടപടിക്രമങ്ങളിലൂടെയും മാത്രമാണോ ഈ ചൈതന്യം കണ്ടെത്താൻ ചിലർ ശ്രമിക്കുന്നത്, നമ്മൾ പാടുപെടുന്നത്? സാംശീകരിച്ചെടുത്ത നമ്മളുടെ എല്ലാ പാഠങ്ങളും നമ്മുടെ അനുദിന പ്രവൃത്തിയിലും നമ്മളൊന്ന് ഉൾപ്പെടുത്തണ്ടേ? ബുദ്ധിയുള്ള നമ്മൾ കർമ്മങ്ങളെയെല്ലാം രണ്ടായിട്ടൊന്ന് തിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ആത്മീയ കർമ്മങ്ങൾ, മറ്റു ചിലത് ഭൗതിക കർമ്മങ്ങൾ. രണ്ടിനും പ്രത്യേകം സമയ ക്രമീകരണവും കൂടെ നമ്മൾ ചെയ്തു വെക്കും. അതൊരു വലിയ ബുദ്ധിയാണ്. ഓരോന്നും ചെയ്യേണ്ടപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുങ്ങുകയും ആകുകയും ചെയ്യാം. ശ്വാസോച്ഛ്വാസവും ചെറിയ വലിയ ചലനങ്ങളും നമ്മുടെ കഠിനാധ്വാനവും ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെയും ചിരിയുമെല്ലാം സത്യത്തിൽ ആത്മീയതയുടെ ഭാഗമല്ലേ? എന്തായാലും ആത്മീയത പരിശീലിക്കാനായിട്ട് ഒരു യുവാവ് ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരുവിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേട്ടു. ഗുരു കുറെ പുസ്തകങ്ങൾ നൽകി. അതെല്ലാം കാര്യമായിട്ട് അയാൾ ശ്രദ്ധയോടെ വായിച്ചു. അങ്ങനെ അയാൾ പരിശീലനം തുടരുകയാണ്. ഒരു ദിവസം പുസ്തക വായനയിൽ മുഴുകിയിരുന്ന അയാൾ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ നിലവിളി കേട്ടു. അയാളത് കേട്ടു, ഒന്ന് ശ്രദ്ധിച്ചു, വീണ്ടും വായനയിലേക്ക് മടങ്ങി വന്നു. കാലുതെറ്റി വഴിയിൽ വീണ യാത്രക്കാരനെ ആശ്രമത്തിലെ ഗുരു തന്നെ ഓടിച്ചെന്ന് സഹായിച്ചു. തിരിച്ചെത്തിയ ഗുരു യുവാവിനോട് പറഞ്ഞു, നിങ്ങൾ വായിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, അതെ, വിശുദ്ധ ഗ്രന്ഥം ആണ് നിങ്ങൾ ശരിക്കും വായിക്കുന്നതെങ്കിൽ പുറത്തുള്ള മനുഷ്യരുടെ കരച്ചില് കേൾക്കാതിരിക്കാനാവില്ല. ഞാനും നിങ്ങളുമൊക്കെ പറയുമ്പം വലിയ ആത്മീയ ജീവികളാണ്, നടത്തുന്നത് ആത്മീയ ചര്യകളും ജീവിതവുമാണ്. പുറത്തുള്ള മനുഷ്യരെ കാണാനും കേൾക്കാനും സാധിക്കുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ വലിയ കുഴപ്പമുണ്ട്. ഒരു നല്ല ക്രിസ്തു അനുഭവത്തിനായിട്ട്, നല്ലൊരു ക്രിസ്തുമസ് അനുഭവത്തിനായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളിൽ ഈ ഒരു വെളിച്ചം കൂടെ കാര്യമായി ഉണ്ടാവട്ടെ. ആമേൻ.